ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ എറണാകുളത്ത് ഒരാൾ കൂടി പിടിയിൽ 5 ലക്ഷം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കൊടുവള്ളി സ്വദേശി ജാഫർ പിടിയിലായത്. കണ്ണൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് എറണാകുളം സൈബർ പോലീസ് ജാഫറിനെ പിടികൂടിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഡിജിറ്റൽ തട്ടിപ്പുകൾ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിലുള്ള തട്ടിപ്പുകളും എല്ലാം തന്നെ വ്യാപകമാകുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 ലക്ഷം തട്ടിയെടുത്തുന്ന പരാതിയിൽ ഇപ്പോൾ കൊടുവള്ളി സ്വദേശി ജാഫർ പിടിയിലായിരിക്കുന്നു. അത് ഈ പണം ജാഫറിന്റെ അക്കൗണ്ടിൽ എത്തി എന്നുകൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും സമാനമായ തട്ടിപ്പുകൾ നടന്നിരുന്നു. ഡിജിറ്റൽ അറസ്റ്റിലൂടെയായിരുന്നു അതും തട്ടിപ്പുകൾ നടന്നത്. 2 പേരായിരുന്നു നേരത്തെ അറസ്റ്റിലായത്. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് മുഹസിൻ, ഒപ്പം തന്നെ മിസ്കാപ്പ് KP എന്നിവരായിരുന്നു അന്ന് പിടിയിലായത്. കാക്കനാട് സ്വദേശിയിൽ നിന്ന് 4 കോടി രൂപയായിരുന്നു സംഘം തട്ടിയെടുത്തത്. ഇങ്ങനെ വലുതും ചെറുതുമായ തുകകൾ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇവർക്കെതിരെ വലിയ തോതിൽ വല വിരിച്ചിരിക്കുന്നു സൈബർ സംഘം എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായി നടക്കുന്നത് സൈബർ അറസ്റ്റുകളുടെ പേരിലുള്ള തട്ടിപ്പാണ്. സാധാരണക്കാരാണ് ഇതിന്റെ എല്ലാം തന്നെ ഇരകളായി മാറുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ വിദ്യാസമ്പന്നരെയും കൃത്യമായി തന്നെ തട്ടിപ്പിന് ഇരയാക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ച ശേഷം വീഡിയോ കോളിൽ വന്ന് ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് യൂണിഫോമിൽ എത്തിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. നേരത്തെ ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു ഈ തട്ടിപ്പുകൾക്ക് പിന്നിലുണ്ടായിരുന്നത് എങ്കിൽ മലയാളികളടക്കം ഈ തട്ടിപ്പിന്റെ ഭാഗമാകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് മുഹസിൻ, ഒപ്പം തന്നെ മിസ്വാപ്പ് എന്നിവർ അറസ്റ്റിലായതോടുകൂടി തന്നെ വ്യക്തമായത്. നേരത്തെ മറ്റ് അന്വേഷണ ഏജൻസികൾ കൂടി ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ധോണി. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.